സമുദായ സമവാക്യങ്ങൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ സിറ്റിംഗ് എംപിമാരായിരുന്ന ഒരു രണ്ട് മണ്ഡലങ്ങൾ, അവിടെ ഏതു നിലയിലാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയം? AICC ജനറൽ സെക്രട്ടറിയുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ ആലപ്പുഴയിൽ കഴിഞ്ഞവണ നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ എല്ലാ ഭാഗത്ത് നിന്ന്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട, ഈ സീറ്റിലേക്ക് ശ്രീ KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മത്സരിക്കണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ ആഗ്രഹം ആലപ്പുഴയിൽ. അതല്ല, അത്തരത്തിൽ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും. ആ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം അത്രമാത്രം ജനങ്ങൾ ഈ ഗവൺമെന്റുകളെ, രണ്ട് ഗവൺമെന്റുകളെയും, രണ്ട് ഭാഗത്ത് നിന്നാണല്ലോ എതിർപ്പ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന സന്ദർഭമാണ്. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം പല രൂപത്തിലും ആളിക്കത്തുകയാണ്. അവിടെ വാഗ്ദാന ലംഘനങ്ങളും ചതിയും വഞ്ചനയും ജനവഞ്ചനയുമാണ് കേന്ദ്രം നടത്തിയെങ്കിൽ അതിനേക്കാളപ്പുറം ആ വാഗ്ദാന ലംഘനങ്ങളും ചതിയും വഞ്ചനയും കൊള്ളയും അഴിമതിയും, അവിടെയും കോർപ്പറേറ്റ് സംസ്കാരമുള്ള ആളുകളെ, വ്യവസായ പ്രമുഖരെ, സ്വന്തക്കാരെ വളർത്താൻ വേണ്ടിയുള്ള ഒരു ഭരണകൂടം. പാവപ്പെട്ടവന്റെയും ഇല്ലായ്മക്കാരന്റെയും നിശ്ചിത വരുമാനക്കാരന്റെയും ഒക്കെ സ്ഥിതി അധോഗതിയായ ഒരു കാലഘട്ടം. അതിന് അനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ സ്ഥാനാർത്ഥികളുണ്ടാകും. ആ സ്ഥാനാർത്ഥികൾ ഞാൻ മനസ്സിലാക്കുന്നത് 19 സീറ്റുകൾ ഞങ്ങളുടേതുണ്ടായിരുന്നു. അതിലൊരു ആൾ അപ്പുറത്തേക്ക് LDFന്റെ കൂടെ പോയി. അപ്പോൾ 18 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് UDF 19 സീറ്റ്, അത് പരാജയപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെ 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അതിനകത്ത് ഇപ്പോൾ സാധ്യതകൾ എന്ന് പറയുന്നത് 2 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള രീതിയിൽ. ഒഴിഞ്ഞിട്ടില്ല. കണ്ണൂരിൽ ബഹുമാന്യനായ KPC പ്രസിഡന്റ് മത്സരിക്കാൻ സാധ്യതയില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു സീറ്റ്, ആലപ്പുഴ പരാജയപ്പെട്ട സീറ്റ്, അവിടെയും ഒരു സ്ഥാനാർത്ഥി വേണം. എന്തായാലും ഈ രണ്ടിടത്ത് എല്ലാ സാമൂഹ്യ ഘടകങ്ങളെയും ഗൗരവമായി കണ്ട് ആ രൂപത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും. ആ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന പരിപാടികളും ഗവൺമെന്റുകൾക്കെതിരായുള്ള അതിശക്തമായ ക്യാമ്പയിനും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തുടർന്ന് മുന്നോട്ട് പോകും. അതിനാവശ്യമായ മറ്റു തരത്തിലുള്ള താഴെത്തട്ടുള്ള പ്രവർത്തനങ്ങളെ ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറെ ശുഭാപ്തി വിശ്വാസമാണ് 20 സീറ്റും ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയണം. അത് പൂർണ്ണമായും നടക്കും. ആ രൂപത്തിൽ നമുക്ക് കാര്യങ്ങളെ നിങ്ങൾക്ക് നോക്കി കാണാൻ കഴിയും. ആലപ്പുഴയെ സംബന്ധിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥികളുടെ ഒരു ബാഹുല്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സ്ഥാനാർത്ഥി യോഗ്യതയുള്ള നിരവധി ആളുകൾ ആലപ്പുഴയിൽ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, സമുദായ സമവാക്യം. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയം ഈ അർത്ഥത്തിൽ കോൺഗ്രസിനൊരു വെല്ലുവിളിയാണോ? ഒരിക്കലും ഒരു വെല്ലുവിളിയല്ല. KC വേണുഗോപാൽ മത്സരിക്കണമെന്നുള്ളത് ഏകകണ്ഠമായ ഒരു താല്പര്യമാണ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ല എങ്കിൽ പറ്റിയ സ്ഥാനാർത്ഥി ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് സാധ്യതയോടെ ഉള്ള സ്ഥലം തന്നെയാണ് ഈ കണ്ണൂരായാലും ആലപ്പുഴയായാലും. ഇത് രണ്ടുമാണല്ലോ നിങ്ങൾ ഇത് വെച്ച് പറയുന്നത്. എന്തായാലും കണ്ണൂരിലും ഒരു നല്ല സ്ഥാനാർത്ഥി, പറ്റിയ സ്ഥാനാർത്ഥി ഉണ്ടാകും, ആലപ്പുഴയിലും ഉണ്ടാകും. ആ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രവർത്തനവും പോരാട്ടവും ഞങ്ങൾ 4-ാം തീയതി മുതൽ ഇപ്പോഴേ ആരംഭിക്കുകയാണ്. ഒരു ചോദ്യം അവസാനമായി, സ്ഥാനാർത്ഥി പട്ടികയിൽ താങ്കളുടെ പേരും വലിയ നിലയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി അവരുടെ എന്താണെന്നുള്ള അവിടുത്തെ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം ഞങ്ങൾ അനുസരിക്കും. സ്ഥാനാർത്ഥി ആയാലും ആയില്ലെങ്കിലും പാർട്ടി പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും.